വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് 5 years ഓഫ് എ ഫേം വർ ആസ് ഫോളോസ്. 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ താഴെ ടേബിളിന്റെ താഴെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ of the firm on the basis of 3 years purchase of the average profits of the last 5 years. അപ്പൊ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് 5 വർഷത്തെ പ്രോഫിറ്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കാണണം. അതിനുശേഷം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ 5 വർഷത്തെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 years പർച്ചേസ് ആണ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതാനായിട്ട് മറക്കരുത്. ഇക്വേഷൻ എഴുതി വെക്കണം. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 5 വർഷം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പ്രോഫിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന 5 years നമ്മൾ എഴുതി, അതുപോലെ തന്നെ 5 yearsലെ പ്രോഫിറ്റും എഴുതി. ഇനി ഈ പ്രോഫിറ്റിനെ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,70,000 എന്ന് കിട്ടും. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ്. നമുക്കിവിടെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 1,70,000. 5 yearsലെ പ്രോഫിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 34,000 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ദെൻ ഇനി നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എഴുതാം. ഗുഡ് വിൽ ഈക്വൽസ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു number of years purchase. Number of years purchase. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 years purchase എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 34,000 ഇൻറ്റു 3. അതാണ് നമ്മുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ 1,02,000 ആണ് നമുക്കിവിടെ ഗുഡ് വിൽ കിട്ടിയത്. പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ആദ്യം തന്നെ 5 yearsലെ പ്രോഫിറ്റ് ആഡ് ചെയ്തു, 1,70,000 കിട്ടി. ദെൻ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 34,000 കിട്ടി. ദെൻ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതാം. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതായത് 34,000 ഇൻറ്റു 3, ദാറ്റ് ഈസ് 1,02,000. ഇനി നമ്മൾ ഇതുപോലെ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. എ ഫേംസ് പ്രോഫിറ്റ്സ് ഫോർ ദി ലാസ്റ്റ് 4 years were 30,000, 40,000, 50,000 and 60,000. Calculate the value of firm's goodwill on the basis of 2 years purchase of average profits for the last 4 years. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ 4 വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ കിട്ടിയ ആവറേജ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 2 years പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഗുഡ് വിൽ കിട്ടുന്നത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് 4 വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1, 2, 3, 4 4 വർഷം എഴുതി.
അതുപോലെ തന്നെ 4 വർഷത്തെ പ്രോഫിറ്റും കാണിച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ പ്രോഫിറ്റ് എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,80,000 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ദെൻ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 1,80,000 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 45,000. ദെൻ ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 45,000 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ്വിൽ കിട്ടും. അപ്പോൾ 45,000 ഇൻറ്റു 2 ഈക്വൽസ് 90,000. This is the goodwill.